ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചും ഖുർആൻ, ഹദീസ്, ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങൾ ഇതൊക്കെ കേൾക്കുന്നത് പോലും ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടാണ്. അപ്പോൾ പലരും പറയാറുണ്ട്, നിങ്ങൾ വന്ന് ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഖുർആനിൽ ഇന്ന വസ്തുതകളുണ്ട്, ഹദീസ് ഇന്നതാണ്. ഇതൊക്കെ കേൾക്കാനും അറിയാനും പഠിക്കാനും തുടങ്ങിയത് തന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ്. അതുവരെ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അവരെ ജസ്റ്റ് ഫോളോവേഴ്സ് മാത്രമായിരുന്നു. മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം മുസ്ലിം എന്ന പേര് ജീവിക്കേണ്ടി വരുന്ന ഒരു ജനത, ഞാനും നിങ്ങളും അടക്കം അങ്ങനെ തന്നെ ഇസ്ലാം തലയിൽ പേറിയവരാണ്. അതല്ലാതെ ഇസ്ലാം അറ്റ്ലീസ്റ്റ് ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിം ആയവരല്ല നമ്മളാരും. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടുവന്നവരാ. പുതുതായി ഇസ്ലാമിലേക്ക് വരുന്ന ഏതൊരാളും സത്യസാക്ഷി വാക്യം ചൊല്ലണം, ഇസ്ലാം ആകണമെങ്കിൽ, മുസ്ലിം ആകണമെങ്കിൽ. നമ്മളാരും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചവരല്ലല്ലോ. നമ്മൾ മദ്രസകളിൽ നിന്നാണല്ലോ ഈ സത്യസാക്ഷി വാക്യം പഠിക്കുന്നത് തന്നെ. അങ്ങനെ ചൊല്ലിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. മനസ്സിൽ ഉറച്ചിട്ടില്ലല്ലോ. അതായത് ഇപ്പൊ ഒരു അമുസ്ലിം ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവൻ നാവുകൊണ്ട് വെളിവാക്കി ചൊല്ലണം. അതിനു മുമ്പ് അവൻ മനസ്സിൽ ഉറപ്പിക്കണം, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണ്, മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ്, ആ പ്രവാചകൻ കൊണ്ടുവന്ന വിശുദ്ധ പുസ്തകമാണ് പ്രവാചകന്റെ അമാനുഷികതകളിൽ എണ്ണുന്ന ഖുർആൻ. ഇതൊക്കെ നമ്മൾ പിന്നീട് മദ്രസകളിൽ നിന്നും ചൊല്ലി പഠിച്ചതാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിൽ ഇസ്ലാം കിട്ടിയ ആളുകളാണ് ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിലും ചാറ്റ് ബോക്സിലും ഒക്കെ വന്ന് അനാവശ്യങ്ങൾ എഴുതി വിടുന്നവർ. കാരണം അവർക്കും അറിയില്ല ഇസ്ലാം എന്താണെന്ന്. അവരും ജസ്റ്റ് ഫോളോവേഴ്സ് മാത്രമാണ്. ഇപ്പോ ഈ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിപ്പിച്ചതിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു സ്ഥാനം കൊടുക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ. കാരണം പുന്നക്കൽ എന്താണ് ഇസ്ലാം എന്ന് ശരിക്കും ഈ മലയാളിക്കരയെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കാൻ അദ്ദേഹം എടുത്ത എഫേർട്ട് ചെറുതല്ല. അനിൽ കൊടിത്തോട്ടം, അനിൽകുമാർ അയ്യപ്പൻ, ഇവരൊക്കെ ഇസ്ലാം എന്താണ് എന്ന് ഈ മുസ്ലിം മലയാളിക്കരയെ പഠിപ്പിക്കാൻ ശരിക്കും എഫേർട്ട് എടുത്ത് തന്തയ്ക്ക് വിളി കേട്ടവരാ. ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ മുന്നിൽ പെട്ടുപോയിട്ടുള്ള അധികം മുസ്ലിം പുരോഹിതരും പിന്നീട് ഒരു ഡിബേറ്റിനും പങ്കെടുത്തിട്ടില്ല. അവതരിപ്പിച്ചത് സത്യവേദ അവതരിപ്പിക്കുന്നതിനാണ്. സത്യവേദ അവതരിപ്പിക്കുന്നത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് നൽകാൻ വേണ്ടി. ഖുർആൻ അവതരിപ്പിച്ചതിനാണ്. ആ ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പുസ്തകങ്ങളെ അശ്രദ്ധമായി അത് വായിക്കാതെ വിട്ട, അത് പഠിക്കാതെ വിട്ട ക്രിസ്ത്യാനികളെ യഹൂദന്മാരും പഠിച്ചിരുന്ന സത്യവേദങ്ങളെ പഠിക്കാതെ ഉഴപ്പി നടന്നേച്ച അറബികൾക്ക് അങ്ങനെ ഉഴപ്പി നടന്നു എന്ന അവരുടെ അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടി മാത്രം കൊടുത്ത പുസ്തകമാണ് ഖുർആൻ. എന്നിട്ട് അതായത് ആദ്യം പറഞ്ഞു, മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ അള്ളാഹു മനുഷ്യൻ കൈകടത്തലുകൾക്ക് വിധേയമാക്കിയത് കൊണ്ട് അതൊക്കെ നിഷ്പ്രഭമാക്കിയിട്ടാണ് പുതിയ കിതാബ് ഇറക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയും, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻ വേദങ്ങളിൽ നോക്കിക്കോട്ടോ എന്ന്. വന്ന വഴിക്ക് എന്താ പഠിച്ചോനെ തല എവിടെയെങ്കിലും തട്ടിയോ, പറയുന്നത് എന്താണെന്ന് ഒരു ബോധവുമില്ലേ. ഇപ്പൊ ഖുർആൻ പറയുന്നു, ഫൈൻ തനാസഅതു ഫീഹി ഷൈഇൻ ഫറദൂ ഇലല്ലാഹ് വറസൂൽ. നിങ്ങൾക്ക് ഈ വിഷയത്തില്, ഈ ഖുർആനിന്റെ കാര്യത്തില് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടു പോയാൽ, മതപരമായ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിക്കും. അതിലൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ്, 2 പ്രവാചകന്റെ ചര്യയാണ്. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച പടച്ചോൻ പറയാണ്, നിങ്ങൾക്ക് ഇതിലും വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ പൊയ്ക്കോ എങ്ങോട്ട് മുൻവേദങ്ങളിലേക്ക്. അല്ല പടച്ചോനെ, അതിനകത്ത് മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും അള്ളാഹു നിഷ്പ്രഭമാക്കിയെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് പുതിയ കിതാബിനെ ഇറക്കി എന്നല്ലേ പറഞ്ഞത്. വിമർശിക്കുന്നതിന് കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ ഖുർആൻ വെച്ച് വേണം ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥം സത്യമാണോ അല്ലെന്ന് തീരുമാനിക്കാറുണ്ട്. സത്യവേദം എടുത്തത് ഖുർആനിൽ തന്നെ പറയുന്നു, ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ. ഖുർആൻ കൊടുത്തത് ജനങ്ങൾ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാനല്ല. അതിനുവേണ്ടി കൊടുത്ത സത്യവേദത്തിനകത്ത് ഇത് പഠിക്കാത്തതുകൊണ്ട് അല്ല. സത്യവേദം തിരുത്തപ്പെട്ടതുകൊണ്ടാണോ, സത്യവേദം മനുഷ്യൻ കൈയിറക്കിയതുകൊണ്ടാണോ, സത്യവേദത്തിനകത്ത് സത്യവാസത്വം കൂടി കിടന്നുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനെ പറ്റി ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്നൊരു എക്സ്ക്യൂസ് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആൻ കൊടുത്തത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നതായിട്ട്, വഴക്ക് പറയുന്നതായിട്ട് മുഹമ്മദ് ഇവിടെ പറയുന്നതായിട്ട് ഉസ്മാൻ എഴുതി ഉണ്ടാക്കിയ ഖുർആനകത്ത് പറയുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ഖുർആൻ ബൈബിളത്തെ കൈകടത്തലുള്ളതുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല.
ബൈബിളിനകത്ത് കൈകടത്തുള്ളതുകൊണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. ബൈബിളിൽ മനുഷ്യൻ തെരുവിൽ നടത്തിയതാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പല്ലേ ഇവര് പറയുന്നത്? ഖുർആൻ കൊടുത്തത് ബൈബിളിൽ കൊടുക്കപ്പെട്ടിട്ടുള്ള 2 വിഭാഗങ്ങൾ ഉഴക്കിയത് കൊണ്ടാണോ? അല്ല. ഈ ഖുർആൻ കൊടുക്കുന്നതിന് മുമ്പുള്ള 2 വിഭാഗങ്ങൾ, വേദം കിട്ടിയ വിഭാഗങ്ങൾ, ആ വേദത്തിനകത്ത് തിരുവന നടത്തിയോണ്ടാണോ ഖുർആൻ കൊടുത്തത്? അല്ല. അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതിനെ പറ്റി അറബികൾ ശ്രദ്ധിക്കാതിരുന്നോണ്ടാണ് ഖുർആൻ കൊടുത്തത്. അല്ലാതെ അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഖുർആൻ ആവശ്യം പോലുമില്ല. അപ്പോ എന്തിനാ സാഹിബ് ഇങ്ങനെ തോന്നുന്നത് പറയുന്നത്? ഇടയ്ക്ക് നിങ്ങൾ പറയും ഖുർആനകത്ത് പറയുന്നു മനുഷ്യർ ബൈബിളിനകത്താണ് കരവിരുത് നടത്തിയത്. ഇപ്പൊ പറയാതെ മനുഷ്യർ കരവിരുത് നടത്തിയതെന്നല്ല ഖുർആൻ കൊടുത്തത്. ഈ അറബികളെ വിവരമില്ലാത്തവരായിട്ട് ക്രിസ്ത്യാനികളും ഈ യഹൂദന്മാരും പഠിപ്പിക്കുന്ന സത്യദൈവത്തെ അംഗീകരിക്കാൻ കണ്ട അറബിദേവനായ അള്ളാഹുവിന് പുറകെ നടന്നുകൊണ്ടാണ് ഈ പറയുന്ന ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം ഇറക്കിയത്. ഇവിടെ അള്ളാഹു പറയും ഇതിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് പറയണം. ഓക്കെ, ഇനി ഇവിടെ പറയാണ് ദുർമാർഗത്തിലേക്ക് നടത്തുന്ന ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ല. എല്ലാം തന്നെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗങ്ങളായിരുന്നു എന്നാണ്. വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ഒന്ന് കേട്ടോ. വേദഗ്രന്ഥങ്ങളെല്ലാം എന്താണെന്ന് പറഞ്ഞത്? എല്ലാം തന്നെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗങ്ങളായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ പറയുന്നുണ്ട് വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാൻ അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു ഇറക്കി. മുഴുവൻ സമുദായത്തിലേക്കും അള്ളാഹു നബിമാരെ ഇറക്കി. എന്താണ് അള്ളാഹു ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിക്കാൻ, ദൈവമല്ലാത്ത ഇതര ശക്തികളെ വെടിയണം എന്ന് നിർദ്ദേശം നൽകാൻ, അങ്ങനെ അത്രയും വലിയ ഒരു ആശയം നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാർ നൽകിയ ദൈവികമായ ബോധനങ്ങൾ എവിടെ? അവര് നൽകിയ ആ ദൈവികമായ ബോധനത്തിന് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? എന്തിനായിരുന്നു പിന്നീട് മുഹമ്മദിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ? ആ ഖുർആനിന് ശേഷം എന്തുകൊണ്ടാണ് ഇനി ഒരു ഗ്രന്ഥം ഇല്ലാതെ പോയത്? ആ മുഹമ്മദിന് ശേഷം എന്തുകൊണ്ടാണ് ഇനി ഒരു പ്രവാചകൻ ഇല്ലാതെ പോയത്? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു പ്രത്യേക വേദഗ്രന്ഥത്തെ മാത്രമല്ല, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ മനുഷ്യരെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ മോക്ഷത്തിൽ എത്തിച്ചേരുവാൻ പര്യാപ്തമാക്കുന്നതുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോ ദൈവം മുമ്പ് അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളും, എല്ലാ പ്രവാചകന്മാർക്ക് ലഭിച്ച ഗ്രന്ഥങ്ങളും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ അവസാനം ഈ ഖുർആനിന് മാത്രം എന്ത് പ്രസക്തിയാണുള്ളത്? ഇങ്ങനെ ഒരു ഗ്രന്ഥം അനിവാര്യമായിരുന്നു. വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യനെ സന്മാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് നടത്താൻ വേണ്ടി കൊടുത്തതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മനുഷ്യനെ ദുർമാർഗത്തിലൂടെ നടത്തുന്ന ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ലല്ലോ, മാറ്റി പറയുന്നത്. താങ്കൾ എന്നിപ്പോ പറയാണ് തമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ കൊടുക്കുന്നത് സന്മാർഗത്തിലൂടെ മനുഷ്യരെ നല്ല വഴിക്ക് നടത്താനാണ്. അല്ല, ഖുർആൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് വയുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഗ്രന്ഥം കൊണ്ട് വലിയ ഒരു വിഭാഗം ആളുകൾ സന്മാർഗത്തിലേക്ക് മാറും, വലിയ ഒരു വിഭാഗം ആളുകൾ ദുർമാർഗത്തിലേക്ക് മാറും. അപ്പോ അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥം കൊണ്ട് സന്മാർഗമൊക്കെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം. അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥം വെച്ചിട്ട് ജനങ്ങൾ ദുർമാർഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപര്യാപ്തത സൂചിപ്പിക്കുന്നത് അതിന്റെ നിർമ്മാതാവിലേക്ക് തന്നെയല്ലേ? അതിന്റെ നിർമ്മാതാവ് അപൂർണമായി ഈ ഗ്രന്ഥം ഇറക്കിയിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ഇതിനകത്ത് സന്മാർഗം മാത്രമല്ല ദുർമാർഗവും ഉണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? ആ ദുർമാർഗം പ്രാപിച്ച ആളുകളെ സംബന്ധിച്ച് പിന്നീട് ഖുർആനിന് എങ്ങനെയാ അവരെ മോശക്കാരെന്ന് പറയാൻ പറ്റുക? ബൽഹും അല്ലല്, മൃഗങ്ങളെക്കാൾ വഴിപിഴച്ചവരാണ് എന്ന് പടച്ചോൻ എങ്ങനെയാ പറയാൻ പറ്റുക? പടച്ചോനിറക്കിയ ഗ്രന്ഥം കൊണ്ട് വഴിപിഴച്ചവരിൽ ഒരാളാ ഞാൻ. മാർഗത്തിലൂടെ മനുഷ്യനെ നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ല എന്ന് താങ്കളുടെ വാക്കുകൾ തന്നെയാണ് സാക്ഷി. ഇനി ഖുർആൻ മായിദ, ഖുർആൻ തളിക 5-ാമത്തെ സൂറ തളിക മായിദ 87-ാമത്തെ ആയത്ത്. 57-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അല്ല, ഇതിന്റെയാണ് ദുർമാർഗത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറയുന്ന സന്മാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയത്. അപ്പൊ ദുർമാർഗത്തിലൂടെ നയിക്കുന്ന ഗ്രന്ഥം വേദഗ്രന്ഥമല്ല. ഞാനിവിടെ വായിച്ച ആയത്തേതാണ് സൂറ മായിദ 5-87. ഞാനിവിടെ വായിച്ചെന്താ? സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. ഓക്കെ, അപ്പൊ ഇതെന്ത് ദുർമാർഗത്തിലേക്ക് നയിക്കുന്നത്? ഈ വിശിഷ്ട വസ്തു എന്താണെന്നറിയാവോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശിഷ്ട വസ്തു 3 രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ വാടക തീർക്കുന്നതാണ് വിശിഷ്ട വസ്തു. 3 രാത്രികളിലേക്ക് സ്ത്രീകളെ താൽക്കാലിക വിവാഹം എന്ന് പറയുന്ന മുത്ത് ആ വിവാഹം,
എടുത്ത് വിളിച്ച് ഒരു ഉടുപ്പോ എന്തെങ്കിലും കാശോ വസ്തുവകളോ കൊടുത്ത് 3 രാത്രിയിലേക്ക് സ്ത്രീകളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി വാടക എടുക്കുന്ന ആ സ്ത്രീകളെയാണ് ഇവിടെ വിശിഷ്ട വസ്തുക്കൾ എന്ന് പറയുന്നത്. അതായത് 3 രാത്രിക്ക് വേണ്ടി ഒരു പെണ്ണിനെ വിലക്കെടുക്കുന്നത് അള്ളാഹു അനുവദിച്ചിരിക്കുകയാണ്. അതിനെ നിങ്ങൾ ആരും നിഷിദ്ധമാക്കരുത് എന്നാണ് അള്ളാഹു ആയത്തിറക്കി. ഈ ആയത്ത് അള്ളാഹു റദ്ദാക്കിയതായിട്ടൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. റദ്ദാക്കിയാലും ഇല്ലെങ്കിലും ഇത് പ്രാവർത്തികമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിടത്തുണ്ട് ഇതിനകത്ത് വിശിഷ്ട വസ്തുക്കൾ ഈ സ്ത്രീകളെ വാടക എടുക്കുന്ന കാര്യമാണെന്ന് സെബാസ്റ്റ്യൻ മുന്നക്കൽ എന്താ കാര്യത്തിൽ പറയാൻ പറ്റുന്നത്? ഇത് എന്റെ കാര്യത്തിൽ പറഞ്ഞല്ല സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ തഫ്സീറിനകത്ത് മുഹമ്മദിന്റെ തഫ്സീറിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ 5:87 മുഹമ്മദിന്റെ തഫ്സീർ, ബുഖാരിയുടെ 65-ാമത്തെ ബുക്ക്, അറബിക് റഫറൻസിലെ 65-ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് തഫ്സീർ, മുഹമ്മദിന്റെ തഫ്സീറാണ്. മുഹമ്മദ് കൊടുത്തിട്ടുള്ള തഫ്സീറാണ്, മുഹമ്മദിന്റെ വായിൽ നിന്ന് വീണിട്ടുള്ള തഫ്സീറാണ്. അത് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന സഹീഹ് ബുഖാരി 4615-ാമത്തെ ഹദീസായിട്ട് ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് തന്നെ ആ ആയത്തിന് മുഹമ്മദ് കൊടുത്തിട്ടുള്ള തഫ്സീർ എന്താണ്? അബ്ദുള്ള പറഞ്ഞു, നബി നടത്തിയ വിശുദ്ധ യുദ്ധങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു, ഞങ്ങളോടൊപ്പം സ്ത്രീകളും അതായത് ഭാര്യമാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾ സ്വയം ഷണ്ഡീകരിക്കണമോ, എന്നാൽ പ്രവാചകൻ അത് ചെയ്യാൻ ഞങ്ങൾ വിലക്കി. അതിനുശേഷം ഒരു സ്ത്രീയെ താൽക്കാലികമായി ഒരു വസ്ത്രം പോലും നൽകി വിവാഹം കഴിക്കാൻ, പ്രതിഫലമായിട്ട് ഒരു വസ്ത്രം പോലും നൽകി വിവാഹം കഴിക്കാൻ അദ്ദേഹം ഞങ്ങളെ അനുവദിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിശ്വാസികളെ, അള്ളാഹു ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിഷിദ്ധമാക്കരുത്, നിങ്ങൾക്കായി നിയമാനുസൃതമാക്കിയിരിക്കുന്നു. ഇതാണ് ഈ പറയുന്ന ആയത്തിന്റെ തഫ്സീർ. ഖുർആൻ 5:87 തഫ്സീറാണ് ഞാൻ ഈ വായിച്ചത്. ഇത് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തരുന്ന വിശിഷ്ട വസ്തുവാണ്, ഇതിനെ നിങ്ങൾ ആരും നിഷിദ്ധമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കി. അങ്ങനെയാണെങ്കിൽ എം അക്ബർ സാഹിബെ, താങ്കൾ എന്താണ് കുറച്ച് മുമ്പ് പറഞ്ഞത്? എല്ലാം തന്നെ ദൈവിക മാർഗദർശനം അനുധാവനം ചെയ്യുവാൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന മാർഗങ്ങളായിരുന്നു എന്നാണ്. അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തിന്റെ പേരിലല്ലേ ഇന്ന് ജനങ്ങൾ 100 കണക്കിന് സംഘടനകളിലേക്ക് തിരിഞ്ഞത്? ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ നരകക്കാരാക്കുന്നതും മറ്റൊരു വിഭാഗത്തെ നരകത്തിന്റെ അടിത്തട്ടിലെ വിറകുകൊള്ളികളാക്കുന്നതുമൊക്കെ ഈ ഗ്രന്ഥം വെച്ചിട്ട് തന്നെയല്ലേ? ഈ ഗ്രന്ഥം കൊണ്ട് തന്നെ വഴിപിഴച്ച സംഘടനകളല്ലേ ഇന്ന് ഈ കാണുന്ന ഇസ്ലാമിക സംഘടനകളെല്ലാം? അള്ളാഹു ഇറക്കിയ ഈ ഗ്രന്ഥത്തിൽ സന്മാർഗമല്ലാതെ ദുർമാർഗം ഉണ്ടാകാൻ പാടുണ്ടോ? ഒരു പെണ്ണിനെ 3 രാത്രിയത്തേക്ക് സെക്സിനു വേണ്ടി വില പറഞ്ഞുറപ്പിക്കുന്ന കച്ചവടം അള്ളാഹുവിന്റെ കോൺസെപ്റ്റിൽ അത് ഹലാലാണ് എന്ന് പറയുമ്പോൾ വ്യഭിചാരം പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഗ്രന്ഥവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പടച്ചോനെയും നിങ്ങൾ ഏത് നിലയിലാണ് കാണുന്നത്? ഇത് പറയുമ്പോൾ തന്തയ്ക്ക് വിളിച്ചിട്ടും തള്ളയ്ക്ക് വിളിച്ചിട്ടും തെറി പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും നമ്മളോട് വിരോധം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം മാഇദ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയിലെ 87-ാമത്തെ വചനത്തിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻസ് നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാകുമല്ലോ നമ്മുടെ കിതാബ് വെച്ചിട്ട് തന്നെയാണ് നമുക്കിട്ട് പണിയുന്നത് എന്ന്. നന്ദി.